ഹായ് ഫ്രണ്ട്സ്, ഗിഫ്റ്റ് വാങ്ങിക്കാനും കൊടുക്കാനും ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ കാണണം കേട്ടോ. നമ്മളുടെ ക്രിയേറ്റിവിറ്റി തന്നെ ഒരു ഗിഫ്റ്റ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് കാണല്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജമ്പിങ് എക്സ്പ്ലോഷൻ ബോക്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ട്രൈ ആണ്. സംഭവം ഞാൻ ഉദ്ദേശിച്ച അതേ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 5 പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നീളവും വീതിയും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ടാപ്പ് ഒട്ടിക്കുകയാണ് കേട്ടോ. സെലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് നല്ല നീറ്റായിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഞാനെന്താ ഫുള്ളായിട്ട് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിന് ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്ര നീറ്റായിട്ട് ചെയ്തിട്ടില്ല, പെട്ടെന്നായതുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുമോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നീറ്റ്നെസ് ഇത്തിരി കുറവാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മൾ ഒട്ടിച്ച് കളർ പേപ്പേഴ്സ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഒട്ടിക്കാൻ. അപ്പോൾ ഞാനിതിൻ്റെ പുറകുവശത്ത് ഇതുപോലെ ഫുള്ളായിട്ട് സെലോ ടേപ്പ് അപ്ലൈ ചെയ്തിട്ട് ഇതൊരു വൈറ്റ് പേപ്പറിൽ ഫസ്റ്റ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റെഡും യെല്ലോ അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് കുറച്ചൊരു 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് കടത്തി വെച്ചിട്ട് അതൊന്ന് മുറിക്കുക കേട്ടോ. അതായത് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയത് എന്താണെന്നറിയോ, ഇത് അകവും പുറവും വൈറ്റ് പേപ്പർ അല്ലായിരുന്നു കേട്ടോ. ഇതൊരു എന്തോ നോട്ടീസ് അങ്ങനത്തെ എന്തോ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ വൈറ്റ് വശമാണ് നമുക്ക് പുറമേ കാണേണ്ടത്. ഇതിപ്പം ഉൾവശത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒട്ടിക്കുമ്പം ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സെയിം കളറ്, അതായത് പുറവും അകവും ഒരേ ഇതിലുള്ള പേപ്പർ തന്നെ ഒട്ടിക്കുമ്പോൾ ആ റിസ്ക് ഇല്ല. അപ്പോൾ ഞാനിതാ ഇനി ഇതിൻ്റെ മേലെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് പേപ്പേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വൈറ്റ് പേപ്പേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ സെൻറ്ററിൽ, അതായത് ഏറ്റവും സെൻറ്ററിൽ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അവിടെ നമുക്ക് ഹോൾ ഇടണം. അതിന് കറക്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇടണമെങ്കിൽ എല്ലാം ഇതിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഞാൻ ഇടുന്നത് 2.5. അപ്പോൾ അത് 4 വശത്തും ഒരുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഹോള് ഉണ്ടാക്കണം കേട്ടോ. അതിന് റബ്ബർ ബാൻഡ് നമ്മൾ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 റബ്ബർ ബാൻഡാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിന്. അപ്പോൾ ഞാനിതാ 2 റബ്ബർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, കണ്ടില്ലേ. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മുതിർന്നവരുടെ സഹായം തേടാം കേട്ടോ. ഈ റബ്ബർ ബാൻഡ് എങ്ങനെയാണ് കുരുക്കിട്ടേ എന്നുള്ളത്. അപ്പോൾ ഇനി ഈ 4 റബ്ബർ ബാൻഡ് നമുക്ക് ഒന്നിച്ച് ചേർക്കണം. അപ്പോൾ ഇത് ഒന്നിച്ചാക്കണോ അതോ പിന്നീടാണോ അതോ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ 2 എണ്ണം ചെയ്തതിന് ശേഷം മറ്റേത് അതിൻ്റെ ഇടയിലൂടെ ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഹോളിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ. അതിനൊരു പെൻസിലിൻ്റെ ഹെൽപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു വൈറ്റ് പേപ്പർ ശരിക്കും ഇതിൻ്റെ പുറമേ ആയിരുന്നു വരുന്നത്. ഇതിപ്പം നോട്ടീസ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് പേപ്പർ അല്ല, പലതരത്തിലുള്ള ആ ഒരു കളറിലാണ് വരുന്നത്. ഇനി നമ്മൾ ആ റബ്ബർ ബാൻഡ് അപ്പുറത്ത് എത്തിച്ചതിന് ശേഷം ചെയ്യുന്നത് ഒരു ഈർക്കിളുണ്ടാവുമല്ലോ, എന്തെങ്കിലും അങ്ങനെ അത് വെച്ചിട്ട് അതൊന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടെ അത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ടേപ്പാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 വശത്ത് ഞാൻ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോക്സിനെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ലവ് ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാർഡ്ബോർഡ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഒരു ഷേപ്പിൽ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഇതാണ് ഒരു എന്താ പറയുക ബോക്സിൻ്റെ ഉൾവശം വരുന്നത്. ശരിക്കും ഇപ്പോൾ ഇത് പുറമെയായിട്ടാണ് കാണുന്നത്. നമ്മളിത് നേരെ തിരിച്ച് ഇങ്ങനെ മേലോട്ടേക്ക് മടക്കിയെടുക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ കുറച്ച് നീറ്റ്നെസ്സിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് കറക്റ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ, ഞാൻ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ളിലേക്കുള്ള ഫില്ലിങ്സ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിലേക്ക് ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അതിനുള്ളിലേക്ക് ഇടുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം വീഡിയോയിൽ തന്നെ. കണ്ടില്ലേ, ഇത് നമ്മൾ ആ ബോക്സ് നമ്മൾ നേരെ തിരിച്ച് മടക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
റബ്ബർ ബാൻഡ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇത്. അപ്പോൾ ഇത് അതിലേക്കുള്ള ഫില്ലിങ്സ് വർണ്ണക്കടലാസ് ആയിക്കോട്ടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും ആ ഷേപ്സ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ ജമ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നല്ല എന്താ പറയുക, അത് ജമ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവണമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അതായത് അതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ടോട്ടലി ഇത് ഒരു ജമ്പിങ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതായത് ബോക്സ് ആയാലും ഇതിലുള്ള സാധനങ്ങളായാലും ഫില്ലിങ്സ് ആയാലും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇതാ ഞാനിത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പം ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നമ്മൾ ഉദ്ദേശിച്ച സംഭവം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലും ആ ഒരു വൈറ്റ് പേപ്പർ തന്നെയാണെങ്കിൽ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ പറ്റി വരാതിരിക്കും. ബൈ ബൈ.